നമസ്കാരം. ഇസ്രായേൽ എന്തിനാണ് ഇറാനെ ആക്രമിച്ചത്? ഈ അടുത്ത സമയത്തിൽ വിദ്വാൻ്റെ വീഡിയോയുടെ തലക്കെട്ട് ഞാൻ കണ്ടിരുന്നു. അതായത് ഇസ്രായേലിന് ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. എന്താണ് നിലനിൽപ്പിൻ്റെ പ്രശ്നം? ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെച്ച് അവർ നേരെ ഇസ്രായേലിനെ പൂശി കഴിഞ്ഞാൽ ഇസ്രായേൽ തീർന്നു. അപ്പോൾ അത് സംഭവിക്കുന്നതിന് മുമ്പ് ഇറാനെ തടയാൻ വേണ്ടിയാണ് അവർ ഇറാനെ അങ്ങോട്ട് കയറി ആക്രമിച്ചത്. ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളൊക്കെ തകർത്ത് ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കെന്ന് ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇവർ ഈ പറഞ്ഞത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടാൽ മുളയ്ക്കാത്ത നുണ. അതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയണം. അതേപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പിശാച് എന്ന് പറയുന്നവൻ കള്ളം പറയുന്നവനും അതിൻ്റെ അപ്പനുമാകും എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഒരു ലക്ഷണമാണ് കള്ളം പറയുക. കള്ളം പറയുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവൻ പിശാചിൻ്റെ ആളാണ്. അതേപോലെ തന്നെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സമുദായം, ഒരു മതം, അതിൻ്റെ ഫലങ്ങൾ എന്താണോ അത് തന്നെ അവരെക്കുറിച്ച് പറയും. അപ്പോൾ എനിക്ക് പരിചയമുള്ള ധാരാളം ക്രിസ്ത്യാനികളോട്, ഈ ഇസ്രായേൽ ആരാധകരായിട്ടുള്ള ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്, ഞാൻ അവരോട് പറയും, യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഏതൊരു കാര്യമാണ് ഇസ്രായേൽ അനുസരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ വാക്കുകളും ഇസ്രായേലിൻ്റെ പ്രവൃത്തികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന് നിരക്കുന്നതാണോ? ഇതൊന്നും ഈ ക്രിസ്ത്യാനികൾക്കൊരു വിഷയമല്ല. അവർ യേശുക്രിസ്തുവിനേക്ക് എന്നെ പുറംകാലം കൊണ്ട് അടിച്ച് വെളിയിൽ കളഞ്ഞു കഴിഞ്ഞു. അവരെല്ലാവരും ഇസ്രായേൽ ആരാധകരും അത് ഏതിൻ്റെ പേരിലാണ്, എന്തിൻ്റെ പേരിലാണെന്നുള്ളത് അവർക്ക് പോലും അറിഞ്ഞുകൂടാ. വെറും അന്ധമായിട്ട് ഒരു പേരിൻ്റെ പേരിൽ ആ രാജ്യം ചെയ്യുന്ന എല്ലാ നീചപ്രവൃത്തികളും അംഗീകരിക്കുന്നവരായിട്ട് ഇവർ മാറിയിരിക്കുകയാണ്. അത് ക്രിസ്തു പറഞ്ഞതിനനുസരിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സാമാന്യ ജ്ഞാനം പോലും അവർക്കില്ല. എനിവേ, അവരെങ്ങനെയാണ് ചിന്തിക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് കള്ളമാണ്, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് കള്ളമാണെന്ന് ഞാൻ പറഞ്ഞത്? നിങ്ങളിപ്പോൾ കാണുന്ന ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് 2011 ഒരു വാർത്തയാണ്. എന്താണ് അതിൽ പറയുന്നത്? അതിൽ പറയുന്നത് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ വക്കിലെത്തിക്കഴിഞ്ഞു. അതേക്കുറിച്ച് യുണൈറ്റഡ് നേഷൻസ് ഒരു ഡോക്യുമെൻ്റ് ഇറക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇത് 2012 അതിൽ ബെഞ്ചമിൻ നെതന്യാഹു, അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഒബാമയോട് പറയുകയാണ്, നിങ്ങൾ ഇറാന് ശക്തമായിട്ടുള്ള ഒരു വാണിംഗ് കൊടുക്കണം, കാരണം അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ക്ലിപ്പ് 2013 ഇതിൽ നെതന്യാഹു പറയുന്നത് അടുത്ത സമ്മറിന് മുമ്പായിട്ട് ഇറാനെ ആക്രമിക്കണം, കാരണം അപ്പോഴേക്കും അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 2025. 12 കൊല്ലം മുമ്പ് അവർ 5-6 മാസത്തിനകം ബോംബ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നെതന്യാഹു ഇപ്പോഴും അതേ കാര്യം പറഞ്ഞ് ഇറാനെ ആക്രമിക്കാൻ പോകുമ്പോൾ അവർ അത് ഒരു ഷീൽഡായിട്ട് മാത്രം, അതായത് ഒരു പ്രതിരോധ കവചമായിട്ട് മാത്രം ഉപയോഗിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി പോരെ. പിന്നെ എന്തിനാണ് ഇവർ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചത്? ഞാൻ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ക്രീൻഷോട്ട് അതേക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ നൽകും. അതായത് ഗാസയിലെ മറൈൻ ഫീൽഡ്, ഗാസയിലെ പ്രകൃതിവാതകവും എണ്ണയും ഖനനം ചെയ്യാൻ നിരവധി കമ്പനികൾക്ക് ഇസ്രായേൽ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഇസ്രായേലിൻ്റെതല്ല, പലസ്തീൻ ജനതയുടെയാണ്. ആദ്യം അവർ അവിടെ കയറിക്കൂടാൻ ഒരു കാരണമുണ്ടാക്കി. അവിടെ കയറിക്കൂടി അവിടുത്തെ സകല കെട്ടിടങ്ങളെ ഇടിച്ചു നിരത്തി, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ പട്ടിണിക്കിട്ടു, ഒരുപാട് പേരെ കൊലപ്പെടുത്തി, 10,000 പാവങ്ങളെ കൊലപ്പെടുത്തി. ഗാസ ഇപ്പോൾ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ സ്വന്തമാക്കിയിട്ട് അവിടെ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന എണ്ണയും പ്രകൃതിവാതവും അവർക്ക് വിറ്റഴിക്കണം. അതിനു മുമ്പ് തന്നെ അവർ അവരുടെ മാർക്കറ്റ് വിപുലപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു പണിയാണ് റഷ്യയെ ഉക്രൈനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചത്. അതായത് ഉക്രൈൻ തങ്ങൾക്കൊരു ഭീഷണിയാണെന്ന് റഷ്യക്ക് തോന്നിപ്പിക്കത്തക്ക പോലെ അവരെ കൊണ്ട് പലതും ചെയ്യിച്ചു. എന്നിട്ട് റഷ്യ യുദ്ധത്തിനിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉണ്ടാക്കി വിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ, അതുപോലെ തന്നെ ഒന്നാണ് റഷ്യ. ഈ 2 രാജ്യങ്ങളെയും ഉപരോധത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ വിറ്റുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൻ്റെ വലിയൊരു ഭാഗം തങ്ങൾക്ക് കിട്ടും എന്ന് ഇപ്പോൾ ഇസ്രായേലിനെ നിയോഗിച്ച ആൾക്കാർക്കറിയാം. അങ്ങനെ കിട്ടാൻ വേണ്ടി അവർ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇറാൻ ആൾറെഡി തന്നെ ഉപരോധത്തിലാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ട്രംപ് ഇറാന് വേണ്ടി സംസാരിച്ച് അതിൻ്റെ ഉപരോധം നീക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു വരികയായിരുന്നു. എന്നാൽ ഇറാൻ്റെ ഉപരോധം ഒരു കാരണവശാൽ നീങ്ങരുതെന്നും
പറ്റിയാൽ ഇറാനിൽ കയറിക്കൂടി അവരുടെ എണ്ണപ്പാടങ്ങളും അവരുടെ പ്രകൃതിവാതക ഡിപ്പോകളും ഒക്കെ തകർക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം, ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് നെതന്യാഹു അങ്ങോട്ട് കയറിയത്. അല്ലാതെ ന്യൂക്ലിയർ ബോംബ് ഭീഷണി മൂലമല്ല. ഇവർ 2011-ലും 12-ലും 13-ലും പറഞ്ഞ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ പക്കൽ ന്യൂക്ലിയർ ബോംബ് ആൾറെഡി ഉണ്ട്. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ വളരെ ന്യായമായ ഒരു കാരണവുമുണ്ട്. ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ നമ്മൾ കേട്ടതാണ്, ഇറാൻ പറഞ്ഞു, ഇസ്രായേൽ ഞങ്ങളെ ന്യൂക്ലിയർ ബോംബ് കൊണ്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ നിങ്ങളുടെ രാജ്യത്ത് ന്യൂക്ലിയർ ബോംബിടും. പാകിസ്ഥാൻ പറഞ്ഞു, ഇസ്രായേൽ അപകടകാരിയായ രാജ്യമാണ്, ഞങ്ങളെങ്ങനെയും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞായിട്ടൊരു വാർത്ത വന്നു. അത് ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവരങ്ങനെ പറഞ്ഞത് പരസഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇസ്രായേലിൻ്റെയും ഒക്കെ കനിവില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ പണക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാവാം, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഇറാൻ എന്തുകൊണ്ടത് പറഞ്ഞു? മറ്റൊരു രാജ്യം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രാജ്യത്ത് ന്യൂക്ലിയർ ബോംബ് ഇടും എന്ന് ഇറാൻ എന്തുകൊണ്ട് പറഞ്ഞു? വളരെ സിമ്പിളാണ്. ഇസ്രായേൽ ഇറാനിൽ ന്യൂക്ലിയർ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിൽ ഉറപ്പായിട്ടും ന്യൂക്ലിയർ ബോംബ് ചെന്ന് വീഴും. കാരണം ഇറാൻ്റെ കയ്യിൽ ആ സാധനമുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ചെന്ന് വീഴുമ്പോൾ ഇതെവിടെ നിന്ന് വന്നു എന്ന് പലരും ചോദിക്കും. നിങ്ങളുടെ ഇല്ലായിരുന്നല്ലോ, ഇതെവിടെ നിന്ന് വന്നു? അതിന് മുൻകൂറായിട്ട് അവരൊരു ജാമ്യം എടുത്ത് വെച്ചിരിക്കുകയാണ്, അത് പാകിസ്ഥാൻ ഇട്ടതാണ്, ഞങ്ങൾ ഇട്ടതല്ല എന്ന് പറഞ്ഞാൽ ഇറാൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ പക്കൽ ന്യൂക്ലിയർ ബോംബില്ല, അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അതെന്തുമാകട്ടെ, ഇസ്രായേലും അമേരിക്കയും നമ്മളോട് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളമാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് നിങ്ങൾ കണ്ടത്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നീചമായ കച്ചവടം മാത്രമാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ദുരിതം പറ്റിയാലും ആർക്ക് ദുരിതം പറ്റിയാലും ശരി, കച്ചവടക്കാരെ വിഷമിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. ഇവരുടെ മേൽ അത്രയ്ക്ക് സ്വാധീനമുള്ള ചില വമ്പൻ കച്ചവടക്കാരാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വെറും അടിമകളാണ് ഈ ഭരണാധികാരികൾ. എന്തു തന്നെയായാലും ശരി, ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളുടെ മൊത്തം ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അവരാണ് ഇസ്രായേലിലായാലും ഇറാനിലായാലും ദുരിതത്തിലാവുന്നത്. താങ്ക് യു.